ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്രീലത. ജനിതക വ്യതിയാനം വന്ന കൊറോണ വൈറസ് സാന്നിധ്യം കേരളത്തിലും കണ്ടെത്തി. 6 പേരിലാണ് ഈ വൈറസ് സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് 2 കേസാണ്, ഒരു കുടുംബത്തിലുള്ള 2 പേരാണ്. അതുപോലെ ആലപ്പുഴയിൽ 2 പേര്, അതും ഒരു കുടുംബത്തിലെ 2 പേരാണ്. കോട്ടയത്ത് ഒരാൾ, കണ്ണൂർ ഒരാൾ. ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേക നിരീക്ഷണത്തിലാണ്. അവരുടെ മറ്റ് കോണ്ടാക്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകളെല്ലാം തന്നെ നമ്മുടെ സർവൈലൻസിലാണ്. അവരെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ സ്ട്രെയിനിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് ഇത് ശരീരത്തിൽ പെരുകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്, പകർച്ച സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാം വളരെ കരുതിയിരിക്കണം എന്നുള്ളതാണ് സൂചന നൽകുന്നത്. അതുകൊണ്ട് ആരെങ്കിലും വിദേശത്ത് വരുന്നവർ സ്വമേധയാ വെളിപ്പെടുത്താൻ തയ്യാറാവുക. അതുപോലെ കണ്ടുപിടിക്കാൻ ആരോഗ്യ വകുപ്പ് അതിന്റെ സ്ക്രീനിങ്ങിനുള്ള എല്ലാ സംവിധാനവും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. വല്ലാതെ ആളുകൾ ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല, എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. മാറ്റി നിർത്തി ഐസൊലേറ്റ് ചെയ്ത് ചികിത്സിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നത് തന്നെയാണ്. UK-യിൽ നിന്നും എത്തിയ കോഴിക്കോട് കോർപ്പറേഷൻ സ്വദേശികളായ ഒരു കുടുംബത്തിലെ 2 പേർക്കാണ് പുതിയ കോവിഡ് വൈറസ് സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ഇതിൽ ഒരാൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്ത് ഇന്ന് 3021 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി മന്ത്രി കെ ശൈലജ. വിശദാംശങ്ങളുമായി ലിഖിത വിജയൻ. ഇന്ന് കോഴിക്കോട് 481, മലപ്പുറം 406, എറണാകുളം 382, തൃശൂർ 281, കോട്ടയം 263, ആലപ്പുഴ 230, തിരുവനന്തപുരം 222, കൊല്ലം 183, പാലക്കാട് 135, കണ്ണൂർ 133, പത്തനംതിട്ട 110, ഇടുക്കി 89, വയനാട് 79, കാസർഗോഡ് 27 എന്നിങ്ങനെയാണ് ജില്ലകളിൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 33,508 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.02%. 19 മരണമാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 3160 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 52 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2643 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 284 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 5145 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. തൃശൂർ ജില്ലയിലെ ചേലക്കര കണ്ടെയ്ൻമെന്റ് സോൺ സബ് വാർഡ് 4 ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചു. 2 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ നിലവിൽ ആകെ 447 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 481 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിൽ വിദേശത്ത് നിന്നെത്തിയ 5 പേരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 2 പേരും ഉൾപ്പെടും. 15 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 459 പേർക്കാണ് രോഗം ബാധിച്ചത്. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 525 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 221 പേരാണ്. 17 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 2093 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിൽ പ്രതിദിന കോവിഡ് കേസുകൾ തുടർച്ചയായി കുറയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 16,504 പേർ മാത്രമാണ് പുതുതായി രോഗബാധിതരായത്. ഇന്ത്യയിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 2.5 ലക്ഷത്തിൽ താഴെയായി. ആകെ രോഗബാധിതരുടെ 2.36% മാത്രമാണ് ഇത്. കുട്ടനാടൻ മേഖലയിൽ ചില പ്രദേശങ്ങളിൽ താറാവുകൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് നടത്തിയ ലബോറട്ടറി പരിശോധനയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജാഗ്രത പാലിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. പക്ഷികളിൽ നിന്നും ബാധിക്കുന്ന ഒരു സാംക്രമിക രോഗമാണ് പക്ഷിപ്പനി അഥവാ ഏവിയൻ ഇൻഫ്ലുവൻസ. ഇത് ഒരു വൈറസ് രോഗമാണ്. പക്ഷികളിൽ നിന്നും പക്ഷികളിലേക്കാണ് ഇത് പകരാറുള്ളത്. പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് സാധാരണഗതിയിൽ പകരാറില്ല. എന്നാൽ ചില ഘട്ടങ്ങളിൽ മനുഷ്യരിലേക്ക് പകരാൻ കഴിയുന്ന രീതിയിൽ വൈറസിന് രൂപഭേദം സംഭവിക്കാം. അങ്ങനെ മനുഷ്യരിലേക്ക് രോഗം വന്നാൽ ഗുരുതരമായേക്കാമെന്ന് ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കുട്ടനാട് കാർത്തികപ്പള്ളി താലൂക്ക് പരിധിയിലെ താറാവ്, കോഴി, കാട തുടങ്ങിയ പക്ഷികളുടെ ഇറച്ചി, മുട്ട, വളമായി ഉപയോഗിക്കുന്ന കാഷ്ടം മുതലായവയുടെ ഉപയോഗം, വിപണനം, കടത്തൽ എന്നിവ ക്രിമിനൽ നടപടി നിയമസംഹിത സെക്ഷൻ 144 പ്രകാരം നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്വാശ്രയ കോളേജ് പ്രിൻസിപ്പൽമാരുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി KT ജലീൽ വീഡിയോ കോൺഫറൻസ് നടത്തി. കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് അനിവാര്യമായി നൽകേണ്ട തിയറി, പ്രാക്ടിക്കൽ ക്ലാസുകൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് മന്ത്രി പറഞ്ഞു. കൂടുതൽ കുട്ടികളെ ഒരുമിച്ച് ഇരുത്തുന്നത് പ്രായോഗികമല്ലാത്തതിനാൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലോ ഇടവിട്ട ദിവസങ്ങളിലോ കോളേജുകളിലെ സൌകര്യം കണക്കിലെടുത്ത് ക്ലാസുകൾ ക്രമീകരിക്കണം. 7ാം UGC
ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അന്തിമ ഉത്തരവ് ഇറങ്ങുമെന്ന് മന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിച്ച തിരുവനന്തപുരം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിക്കും. 8 വ്യത്യസ്ത ഗ്യാലറികളിലായി 1800-ലധികം പ്രദർശന വസ്തുക്കളാണ് മ്യൂസിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വംശനാശം സംഭവിച്ച് ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായ 19 ജന്തുക്കളുടെ ത്രിമാന രൂപം സജ്ജീകരിച്ച് ഒരുക്കിയ അന്യം നിന്ന ജീവികളുടെ ഗ്യാലറി, ജന്തു ഭൌമശാസ്ത്രപരമായി വേർതിരിക്കപ്പെട്ട സസ്തനികളുടെ ഗ്യാലറി എന്നിവ പ്രധാന ആകർഷണങ്ങളാണ്. അന്താരാഷ്ട്ര ബ്രെയിൽ ദിനാചരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് വഴുതയ്ക്കാട് സർക്കാർ അന്ധവിദ്യാലയത്തിൽ വിവിധ വൈജ്ഞാനിക സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചു. കർണാലമൃതം ടോക്കിംഗ് ബുക്ക് യൂണിറ്റിൽ റെക്കോർഡ് ചെയ്ത 1 മുതൽ +2 വരെയുള്ള ഓഡിയോ പാഠപുസ്തകങ്ങളും പൊതുപുസ്തകങ്ങളും ഉൾപ്പെടുത്തിയുള്ള ടെലിഗ്രാം ചാനലും തുടങ്ങി. കാഴ്ചപരിമിതരായ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കോവിഡ്-19 സാഹചര്യത്തിലും വീട്ടിലിരുന്ന് പഠിക്കാനും SSLC +2 പൊതുപരീക്ഷകൾക്ക് തയ്യാറെടുക്കാനും ഇതിലൂടെ സാധിക്കും. ലൂയി ബ്രെയിൽ ദിനത്തിന്റെ പ്രാധാന്യം അവതരിപ്പിക്കുന്നതിന് പ്രകാശവാണി ഓൺലൈൻ റേഡിയോ ലൂയി ബ്രെയിൽ എപ്പിസോഡിനും തുടക്കമായി. ബ്രെയിൽ ലിപിയുടെ ഉപജ്ഞാതാവ് ലൂയി ബ്രെയിലിന്റെ ജന്മദിനമാണ് അന്താരാഷ്ട്ര ബ്രെയിൽ ദിനമായി ആചരിക്കുന്നത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ ആഭിമുഖ്യത്തിൽ ബ്രെയിൽ ദിനം ആചരിച്ചു. പ്രസിഡന്റ് KJ വർഗീസ് അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി CK അബൂബക്കർ, വൈസ് പ്രസിഡന്റുമാരായ E ബാലകൃഷ്ണൻ, K സത്യശീലൻ, ഡോക്ടർ ഹബീബ് എന്നിവർ സംബന്ധിച്ചു. കേരളത്തിന്റെ രാഷ്ട്രീയ രംഗം BJPക്കും NDAയ്ക്കും അനുകൂലമായി കഴിഞ്ഞതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. BJP സംസ്ഥാന ശില്പശാല കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VV രാജൻ അധ്യക്ഷത വഹിച്ചു. പാലക്കാട്, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ തെരഞ്ഞെടുത്ത പ്രതിനിധികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ വയോമിത്രം പദ്ധതിക്ക് 23 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി KK ശൈലജ. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് മൊബൈൽ ക്ലിനിക്കിലൂടെ സൌജന്യ ചികിത്സ, സൌജന്യ മരുന്ന്, കൌൺസിലിംഗ്, പാലിയേറ്റീവ് കെയർ, ഹെൽപ്പ് ഡെസ്ക് എന്നീ സേവനങ്ങൾ നൽകി ആരോഗ്യ സുരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. സഹകരണ സംഘങ്ങൾ കാർഷിക മേഖലയിൽ നിന്ന് അകലുന്നത് ഭക്ഷ്യക്ഷാമത്തിന് ഇടവരുത്തുമെന്ന് മന്ത്രി P തിലോത്തമൻ ആലപ്പുഴയിൽ പറഞ്ഞു. കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കിന്റെ ഗ്രാമീണ വ്യാപാര സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയിൽ കഞ്ഞിക്കുഴി ബാങ്ക് നടത്തുന്ന ഇടപെടലുകൾ മാതൃകയാണ്. ഭക്ഷ്യസുരക്ഷ ശക്തമാക്കുവാൻ ഗ്രാമീണ കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണവും വിപണനവും അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ഓഫീസുകളിലെ ഗ്രീൻ പ്രോട്ടോകോൾ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഗ്രീൻ ഓഫീസ് സർട്ടിഫിക്കേഷനും ഗ്രേഡും നൽകുന്നു. സർക്കാർ ഓഫീസുകളിൽ മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കുക, മാലിന്യ ഉത്പാദനം ഇല്ലാതാക്കുക, രൂപപ്പെടുന്ന മാലിന്യങ്ങളെ തരംതിരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുക തുടങ്ങിയവയാണ് ഹരിത ഓഫീസുകളിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനതല ഹരിത ഓഫീസ് പ്രഖ്യാപനം ജനുവരി 26-ന് മുഖ്യമന്ത്രി നിർവഹിക്കും. കണ്ണൂർ ശ്രീകണ്ഠപുരം പുഴയുടെ വലതുകരയുടെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ മടമ്പം RCBയുടെ ജലവിധാനം ക്രമീകരിക്കുന്നതിന് ഷട്ടറുകൾ തുറക്കുമെന്നും സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കണ്ണൂർ മൈനർ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സംസ്ഥാനത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കുന്നതിനായി ലേബർ കമ്മീഷണറേറ്റിൽ ആരംഭിച്ച കോൾ സെന്റർ വഴി കഴിഞ്ഞ മാസം ലഭിച്ച 103 പരാതികളിൽ 100 എണ്ണത്തിനും പരിഹാരമായതായി തൊഴിൽ വകുപ്പ്. തൊഴിൽ നിഷേധവുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുവരുന്നു. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ബാലസൌഹൃദ കേരളം പദ്ധതിക്ക് തുടക്കമായി. പാലക്കാട് കഞ്ചിക്കോട് പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി KK ശൈലജ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. 2021 ബാലസൌഹൃദ വർഷമായി ആചരിക്കുന്നതിന്റെ പ്രഖ്യാപനവും നടന്നു. രാജ്യാന്തര ഫോക്ലോർ ചലച്ചിത്രമേള ഈ മാസം 8 മുതൽ 10 വരെ തൃശൂരിൽ നടക്കും. സെന്റ് തോമസ് കോളേജിലെ വിവിധ വേദികളിലാണ് മേള അരങ്ങേറുക. 40 രാജ്യങ്ങളിൽ നിന്നായി 125 സിനിമകൾ പ്രദർശനത്തിനെത്തും. നാടോടി കഥകളിലെ ആശയങ്ങൾ അടിസ്ഥാനമാക്കിയ രൂപകം, ഹ്രസ്വ ചലച്ചിത്രം, സിനിമകൾ, ചർച്ചകൾ, വെബിനാറുകൾ, പ്രഭാഷണങ്ങൾ എന്നിവ അവതരിപ്പിക്കും. കൊച്ചി മംഗലാപുരം പ്രകൃതി വാതക പൈപ്പ് ലൈൻ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടത്തുന്ന ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കർണാടക മുഖ്യമന്ത്രി BS യെഡിയൂരപ്പ, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവർ പങ്കെടുക്കും. 450 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൈപ്പ് ലൈൻ സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ നാഴികക്കല്ലാണ്. പദ്ധതി പൂർത്തിയായതോടെ സംസ്ഥാനത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്കും സാമ്പത്തിക വികസനത്തിനും വലിയ സാധ്യതയാണ് തുറന്നുകിട്ടിയിരിക്കുന്നത്. ചെലവ് കുറഞ്ഞ പ്രകൃതി വാതക ഇന്ധനം ലഭ്യമാക്കുന്നത് സംസ്ഥാനത്ത് വ്യാവസായിക വികസനത്തിന് കരുത്തുപകരും.
രാജ്യത്ത് അടിയന്തര ഉപയോഗത്തിന് 2 കോവിഡ് വാക്സിനുകൾക്ക് അനുമതി നൽകിയതിനെ ഉപരാഷ്ട്രപതി ശ്രീ എം വെങ്കയ്യ നായിഡു പ്രശംസിച്ചു. ശാസ്ത്രരംഗത്ത് ഇന്ത്യയുടെ കുതിച്ചുചാട്ടമാണിതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആത്മനിർഭർ ഭാരത് ദൌത്യം ഇന്ത്യക്കാർക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ എങ്ങനെ ഉപകാരപ്രദമാകുന്നു എന്നതിനുള്ള തെളിവാണ് ഇതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 6:45.